പള്ളികളിൽ പോകുമ്പം സെല്ല് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. പിന്നെ എന്തിനു നിങ്ങൾ പള്ളി കൊണ്ടുവരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നു? കുഞ്ഞുങ്ങളെ അതെന്താണ്, കൾച്ചർ എന്താണ്, പ്രേയേഴ്സ് എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെയുള്ള ദേവാലയങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രെയർ ചെയ്യുക, കുഞ്ഞുങ്ങളെ ഒരു സൈഡിൽ സെല്ല് കൊടുത്തു വിട്ട് വെച്ച് അവരവരുടെ ജോലി ചെയ്യുക. ഇതും കൊണ്ട് ആർക്കാണ് പോകുന്നത്? നാളെ നിങ്ങൾക്ക് തന്നെ പോകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. സൊസൈറ്റിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പം നാളെ നിങ്ങൾ ഇതേപോലെ എത്ര വലിയ പണക്കാരനാന്ന് പറഞ്ഞാലും എത്ര വലിയ പഠിത്തമുള്ള ആൾക്കാരാന്ന് പറഞ്ഞാലും സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നാണം കെടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ചെറിയ പിള്ളേരെ ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നേ പറയുന്നത് അല്ലേ. ചെറുപ്പത്തിലെ നമ്മളെ മുളയിലെ നുള്ളിക്കളയാന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണുമ്പം ചെറുപ്പത്തിലെ അവരെ കറക്റ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അവരല്ല ഇതൊക്കെ ചെയ്യേണ്ടത്, വീട്ടിൽ നിന്നേ നമ്മൾ ചെയ്യണം. മെയിനായിട്ട് പേരൻസ് അവർ 10 പേർ കൂടി നിൽക്കുമ്പം സംസാരിക്കുമ്പം സെല്ല് ഉപയോഗിക്കാതിരിക്കുക. ഇത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വളരുന്നത് അല്ലേ. ഒരാളില്ലെങ്കിൽ വീട്ടിൽ പരസ്പരം ഭാര്യ ഭർത്താവിനോട് മിണ്ടുമ്പോഴോ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോഴും സെല്ല് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇത് സെയിം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് കാണിക്കുന്നത്. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കി ആഹാരം കഴിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും അത് തന്നെ കാണിക്കും. ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ സംഭവങ്ങൾ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പം എവിടെ നിന്ന് കറക്റ്റ് ആവണം? നമ്മളിൽ നിന്നേ കറക്ഷൻസ് വരണം, നമ്മുടെ വീട്ടിൽ നിന്നേ കറക്ഷൻസ് വരണം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഹാപ്പി ആയിട്ട് പോവാം. നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല.